Hi friends, LINI'S FOOD CORNER-ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോർക്ക് ഇറച്ചി ഡ്രൈ ഫ്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ ആ നെയ്യിൻ്റെ നമ്മൾ കഴിക്കുമ്പോൾ നെയ്യിൻ്റെ ഒരു കുത്തൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. സാധാരണ ആരും തന്നെ ചേർക്കാത്ത ഒരു ഐറ്റമാണ്. നമ്മൾ കേബേജാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ആ നെയ്യിൻ്റെ ആ ഒരു ഇതെല്ലാം കേബേജ് വലിച്ചെടുത്ത് നമുക്ക് കഴിക്കുന്ന സമയത്ത് അത്രയങ്ങ് അതൊരു മടുപ്പായിട്ട് തോന്നില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ പോർക്ക് ഇറച്ചി എങ്ങനെയാണ് വളരെ സ്വാദിഷ്ടമായ രീതിയിൽ ക്യാബേജ് ഇട്ടിട്ട് ചെയ്യണതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പോർക്ക് ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി നമ്മൾ ഒരു പകുതി ക്യാബേജാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കരുത്. ഇതൊന്ന് വിടർത്തിയിട്ട് കൊടുക്കുക. കാരണം ഇതേപോലെ കിടന്ന് കറിയിൽ കിടന്ന് വെന്താലും വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി കറി തയ്യാറാക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ പാനിലൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 3 സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുവിധം വഴണ്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി ചെറുതാക്കി ചോപ്പ് ചെയ്തതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ഇത് രണ്ടും ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്നവരെ തന്നെ നമുക്കിത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന പോർക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലത്തെ ആ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. ശരിക്കും ഒന്ന് ഡ്രൈ ആവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ പോർക്ക് ഇറച്ചിയിലെ ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശരിക്കും പോർക്ക് ഇറച്ചി അങ്ങ് ശരിക്കും വേവായിട്ട് കിട്ടും. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിലത്തെ ആ നെയ്യൊക്കെ പറ്റി വെള്ളമൊക്കെ വറ്റി ഒരുവിധം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമില്ലാത്തതുകൊണ്ട് തന്നെ ഈ ചില്ലി ഫ്ലേക്സ് ശരിക്കും അങ്ങ് മൊരിഞ്ഞ് വരും. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ഇളക്കി കൊടുക്കാം.
നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ശരിക്കും അങ്ങ് ഡ്രൈ ആക്കിയെടുക്കാം. നമുക്കിതിലേക്ക് നമുക്കൊരു സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി വേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ വേപ്പിലയുടെ ഫ്ലേവർ ശരിക്കും നമുക്ക് കറിയിലേക്ക് കിട്ടും. പോർക്കിറച്ചിയുടെ ആ നെയ്യിൽ കിടന്ന് തന്നെ വേപ്പിലയും ചില്ലി ഫ്ലേക്സൊക്കെ മൊരിഞ്ഞ് വന്നതുകൊണ്ട് വളരെ ടേസ്റ്റി ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്തതിന് ശേഷം ക്യാബേജിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ക്യാബേജ് വേവുന്ന സമയം നമുക്കറിയാമല്ലോ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ അത്രയും സമയം നമ്മൾ ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. നെയ്യെല്ലാം ക്യാബേജിലേക്ക് കയറി വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പന്നിയിറച്ചി ഗ്രേവി ആയിട്ട് വയ്ക്കുമ്പോഴും ഇതുപോലെ ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.